ആർ.പി. രവീന്ദ്രന്റെ സ്മരണയ്ക്കായി ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ആർ.പി. രവീന്ദ്രൻ ഹസ്ത സ്മാരക പുരസ്കാരം അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം.എൽ.എക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ശിലാഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരിയിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ്. അപ്പോൾ ട്രസ്റ്റിന്റെ ഒരു ചീഫ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ശ്രീ ആർ.പി. രവീന്ദ്രൻ, അദ്ദേഹം ഗാന്ധിയനായ ഒരു മനുഷ്യനാണ്. ഗാന്ധി ദർശൻ വേദിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഗ്രാമീണ ബാങ്കിൽ നിന്ന് ചീഫ് ജനറൽ മാനേജറായി പിരിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ സ്മരണക്കായി അവാർഡ് പ്രഖ്യാപനമാണ് ഈ പ്രദർശനം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ വിശ്രമരഹിതവും ത്യാഗപൂർണവുമായ സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് പുരസ്കാര സമിതി അറിയിച്ചു. പൊതുമണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം വയനാട് ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടൽ കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റാരേക്കാൾ കൂടുതൽ മുൻപന്തിയിൽ പ്രവർത്തിച്ചുള്ള വ്യക്തികളെ പരിഗണിച്ച് അവർ കൊടുക്കാൻ തീരുമാനിച്ചു. വയനാട് കൽപ്പറ്റ എം.എൽ.എ ആയ ടി സിദ്ദിഖ് ആണ്. സിദ്ദിഖിനാണ് ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സിദ്ദിഖ് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ പ്രവർത്തനമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മറ്റാരേക്കാൾ മുൻപന്തിയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രശസ്ത എഴുത്തുകാരൻ UK കുമാരൻ, PSC മുൻ അംഗം RS പണിക്കർ, പ്രതാപൻ തായാട്ട് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഫെബ്രുവരി ആദ്യവാരം കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്നും UK കുമാരൻ, RS പണിക്കർ, മുനീർ എരവത്ത്, OM രാജൻ മാസ്റ്റർ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.